ഗാർഡ് ഓഫ് ഓണർ നൽകാൻ തയ്യാറാണ്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അനേകം മനുഷ്യർ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ വൈകുന്നത്. മക്കളായ ധ്യാനും വിനീതും അച്ഛനരികിൽ തന്നെയുണ്ട്. ശ്രീനിവാസനുമായി ഏറെ ഹൃദയബന്ധം സൂക്ഷിച്ച ധാരാളം മനുഷ്യർ. മുകേഷിനെ സംബന്ധിച്ച് 40 വർഷത്തെ ബന്ധമാണ് ശ്രീനിവാസനുമായി ഉള്ളത്. മുകേഷും മന്ത്രി പി പ്രസാദും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അവർ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന കണ്ടനാട്ട് വീട്ടിലുണ്ട്. സിനിമാ രംഗത്തെ പ്രമുഖരുണ്ട്. സത്യൻ അന്തിക്കാടുണ്ട്, രഞ്ജി പണിക്കരുണ്ട്, മറ്റനേകം ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, വിവിധ സംഘടനകളുടെ ഭാരവാഹികളുണ്ട്, ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹികളുണ്ട്. ഒരുപാട് മനുഷ്യർ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ, ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയിരിക്കുകയാണ്. തങ്ങളെ ഒരുപാട് ആനന്ദിപ്പിച്ച, വിനോദിപ്പിച്ച, ചിരിപ്പിച്ച ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു അശ്രുപൂജയേകുക, അദ്ദേഹത്തെ ആദരിക്കുക, അന്തിമാഭിവാദനം നൽകുക, അത് മലയാളികളെ സംബന്ധിച്ച് അതവരുടെ കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് മനുഷ്യർ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ കണ്ടനാട്ടെ വീടിൻ്റെ മുറ്റത്ത് ഇനി ഒരുപാട് സമയമുണ്ടാകില്ല. ശ്രീനിവാസൻ അദ്ദേഹം മടങ്ങുകയാണ്. ശ്രീനിവാസന് കേരളം അശ്രുപൂജ നൽകുകയാണ്. ശ്രീനിവാസന് ഈ നാട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് വിട നൽകുകയാണ്. ശ്രീനി ഭൗതികമായി ഈ ലോകത്ത് നിന്ന് പോയാലും അദ്ദേഹത്തിൻ്റെ കഥാപ്രപഞ്ചം ബാക്കിയാണ്, കഥാപാത്രങ്ങൾ ബാക്കിയാണ്. ആ കഥാപാത്രങ്ങളായി സിനിമയിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹപ്രവർത്തകർ ഇതിനോടകം തന്നെ വിട പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം നമുക്കൊപ്പം ജീവിക്കുന്നത് പോലെയാണ് തോന്നുക. അതുപോലെ തന്നെ ശ്രീനിവാസനും അനശ്വരനായി ഇവിടെ ഉണ്ടാകും. നമ്മുടെ കഥാലോകത്ത്, സിനിമാ ലോകത്ത് ഉണ്ടാകും. സംസ്കാര ചടങ്ങുകൾ 11 മണിയോടുകൂടി നടത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ വലിയ ജനാവലിയുണ്ട്. ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നേരത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവദശകം ചൊല്ലലുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം ചിതയിലേക്ക് അദ്ദേഹത്തെ മാറ്റും. സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകൾ നേരത്തെ കഴിഞ്ഞതാണ്. മക്കൾ 2 പേരും, ധ്യാനും വിനീതും, അവർ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തും. ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികൾക്ക് പോലീസ് തയ്യാറാണ്. ബ്യൂഗിൾ സല്യൂട്ട് ഉണ്ടാകും ശ്രീനിവാസന് വേണ്ടി. സംസ്ഥാനം ഔദ്യോഗികമായി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ പ്രതിനിധികളായി മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും മന്ത്രി പി പ്രസാദ്, സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി മന്ത്രി പി പ്രസാദ് ഉണ്ട്. സർക്കാരിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. സാധാരണ മനുഷ്യർ അനേകരുണ്ട്, അനേകം പേരുണ്ട്. ശ്രീനിവാസൻ അവർ വിട നൽകുകയാണ്. വികാരവായ്പോടുകൂടി ശ്രീനിവാസന് വിട നൽകുകയാണ്. ശ്രീനിവാസൻ മടങ്ങുകയാണ്. ഇനി മലയാളം ഉള്ളിടത്തോളം ശ്രീനിയുടെ കഥാപാത്രങ്ങൾ, ശ്രീനിയുടെ രചനാപ്രപഞ്ചം അവിടെ ബാക്കി നിൽക്കും. ആ കഥാപാത്രങ്ങൾ നമ്മളെ നോക്കി ചിരിക്കും. ആ കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിക്കും. കറുത്ത ഹാസ്യം കൊണ്ട് കുത്തും, അസ്വസ്ഥരാക്കും. കഥാപാത്രങ്ങളിലൂടെ ശ്രീനി ജീവിക്കും. ഇപ്പോൾ മക്കളായ ധ്യാനും വിനീതും ഭാര്യ വിമലയും
അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ വലം വയ്ക്കുകയാണ്. വിമല പാരലൽ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ശ്രീനിവാസനെ ആദ്യമായി കാണുന്നത്. ആ പരിചയമാണ് വിവാഹത്തിലേക്ക് നീങ്ങുന്നത്. ആ കാലഘട്ടം മുതൽ ശ്രീനിവാസൻ പാഠ്യം ശ്രേണിയായിരുന്ന കാലഘട്ടം മുതൽ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കൈത്താങ്ങായി ഉണ്ടായിരുന്ന ശ്രീനിവാസൻ്റെ സതീർത്ഥയായി ഉണ്ടായിരുന്ന ആളാണ് വിമല. ശ്രീനിയുടെ ആ യാത്ര അവസാനിക്കുമ്പോൾ ഒപ്പം ഏറ്റവും ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി വിട നൽകുന്നത് ഭാര്യ തന്നെ ആയിരിക്കും, സംശയമില്ല. ശ്രീനിയുടെ എല്ലാ യാത്രകളിലും കൂടെ ഉണ്ടായിരുന്നു. ധ്യാൻ്റെയും വിനീതിൻ്റെയും അമ്മ. ധ്യാനും വിനീതും രണ്ടുപേരും. വിനീത് ശ്രീനിവാസനാണ് ആദ്യം സിനിമയിൽ വന്നത്. ഗായകനായി, നടനായി, സംവിധായകനായി, അങ്ങനെ അച്ഛനെ പോലെ തന്നെ ബഹുമുഖ പ്രതിഭ എന്ന് വിനീത് തെളിയിച്ചിട്ടുണ്ട്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ രണ്ടു മക്കളും മലയാള സിനിമയിലെ ഹിറ്റ് ഫോർമുലകളുടെ ഭാഗമായി മാറുന്നത് ശ്രീനിവാസന് കാണാൻ കഴിഞ്ഞു. മക്കളുടെ വളർച്ചയിൽ അദ്ദേഹം അത് കൗതുകത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു. അത് അവരവരുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം നേട്ടം എന്നുള്ളതായിരുന്നു ശ്രീനിവാസൻ്റെ കാഴ്ചപ്പാട്. മക്കൾ അച്ഛൻ്റെ തണലിലല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ശ്രീനിവാസന് വിട നൽകുകയാണ് കേരളം. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. പ്രാർത്ഥനകൾ, ഹൈന്ദവ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നേരത്തെ മുഴങ്ങിയിരുന്നു. വീണ്ടും പ്രാർത്ഥന മുഖരിതമാകുന്നു. ചിതയിലേക്ക് എടുക്കും ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരം. പ്രാർത്ഥനകൾ മുഴങ്ങുകയാണ്. ശ്രീനിവാസന് നാട് വിട നൽകുകയാണ്. ശ്രീനിവാസന് കേരളം വിട നൽകുകയാണ്. പ്രാർത്ഥനാമുഖരിതമാണ് ആ വീട്ടുമുറ്റം.